السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ലോകം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. പ്രയാസങ്ങളിലൂടെ അതിൻ്റെ നടുമധ്യയാണോ ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ക്രമങ്ങളും തെറ്റി. അല്ലാഹു തആല ഭൂമിയിൽ ഒരു ഓർഡർ ഉണ്ടാക്കിയിരുന്നു. ആ ഓർഡറുകളൊക്കെ തെറ്റിയ ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ മനുഷ്യ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കും. പ്രധാനമായ കാരണം എന്താണ്? ലോകത്ത് പരസ്പര പൊരുത്തമില്ലാത്തൊരവസ്ഥയിലേക്ക് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം, കൊടും യുദ്ധങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. ഇതൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുള്ളതാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ന് മനുഷ്യരെ ബാധിക്കുകയാണ്. മുമ്പൊന്നും നമുക്ക് എന്ത് പ്രയാസങ്ങൾ ഇത്രമാത്രം ബാധിക്കാറില്ല. ഇന്ന് ഇത് യുദ്ധങ്ങൾ അത് മനുഷ്യനെ ബാധിക്കുകയാണ്. ഈ ലോകം ആശങ്കയോടെ ആശങ്കയോടെ കാണുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ഇറാൻ അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ടോടുകൂടെ ഇറാനിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ അമേരിക്ക തമ്മിലുള്ള യുദ്ധമാണ്. പാശ്ചാത്യ അധീശാദി ശക്തികൾ അവർ എക്കാലത്തും മുസ്ലിമീങ്ങളുടെ ശത്രുക്കളാണ്, ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. അത് ഖുർആൻ പോലും പറഞ്ഞ കാര്യമാണ്, യഹൂദ നസാറാക്കൾ. പക്ഷേ അതിലെത്രയോ നല്ല മനുഷ്യന്മാരുണ്ടാകും. പക്ഷെ അവരുടെ ഐഡിയോളജി, അവർക്ക് അവരുടെ ഉള്ളകം ഇസ്ലാമിക ഐഡിയോളജിയോട് അവർക്ക് വെറുപ്പാണ്. അതുകൊണ്ട് തന്നെ അത് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ജൂത സയനിസ്റ്റ് രാജ്യത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇസ്രായേൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നല്ല, വർഷങ്ങളായി അവർക്ക് ഭൂമിയും സ്ഥലവും എല്ലാം ഒരുക്കി കൊടുത്ത് അവരെ കുടികെട്ടി താമസിപ്പിച്ച, സ്വന്തം സ്ഥലം ഒഴിഞ്ഞുകൊടുത്ത് ഇസ്രായേലികളെ, ജൂതന്മാരെ താമസിപ്പിച്ച പാവങ്ങളായ അറബികളാണ് പലസ്തീനികൾ. അവരാ മണ്ണിൻ്റെ അവകാശികളാണ്. ബൈത്തുൽ മുഖദ്ദസിൻ്റെയും അതുപോലെ പലസ്തീൻ അടങ്ങുന്ന ഇസ്ലാമികമായ ചാതുരയുള്ള വളരെ പൗരാണികമായി പ്രവാചകന്മാർ അവരൊക്കെ വന്ന് താമസിച്ച ആ മണ്ണ്, അവരുടെ പ്രബോധനത്തിന് സാക്ഷ്യം വഹിച്ച മഹാനായ സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം 40 കൊല്ലം ഭരണം നടത്തിയ, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഇമാമത്ത് നിർവഹിച്ച, നേതൃത്വം വഹിച്ച ബൈത്തുൽ മുഖദ്ദസ്, ഇതെല്ലാം ഇന്ന് ജൂതന്മാർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തറവാട്ടിലേക്ക് അവർ ഇരച്ചു കയറിയിട്ട് ആ തറവാട്ടിലുള്ള ആളുകളെ അവർ വകവരുത്തി അവർ ആർമാദ നൃത്തം ചവിട്ടുകയാണ്. പലസ്തീനിൽ ഗസയിൽ അവിടുത്തെ രോദനം ഇന്നും തീർന്നിട്ടില്ല. അവിടെയുള്ള കുഞ്ഞുമക്കളെ അവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. 100,000-ത്തിനടുത്തോളം വരുന്ന ആളുകളെ ഇപ്പോൾ അവർ നിർബാധം കൊന്നുകഴിഞ്ഞു. 50,000-ത്തിലേറെ കണക്ക്, അത് എത്രയാണ് കണക്കുണ്ടോ? ഇന്നും ആ പാവങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ബോംബിങ്ങിന് ഇരയായിക്കൊണ്ട് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരനും നിഷ്ഠൂരനും ലോകത്തെ നമ്പർ 1 ടെററിസ്റ്റുമായ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ, പക്ഷെ അവർക്ക് പലപ്പോഴും തിരിച്ചടി കിട്ടുന്നുണ്ട് ഹമാസിൽ നിന്നും മറ്റുമൊക്കെ. ഇവിടെ പറയും എന്തുകൊണ്ട് ഈ തിരിച്ചടി അവർ നേരിടുന്നു? അവർ യഥാർത്ഥ ടെററിസ്റ്റുകളും ഭീകരവാദികളും അധിനിവേശ ശക്തികളുമായതുകൊണ്ടാണ്. അവർക്ക് എന്തിന് മറ്റു രാജ്യത്തിൻ്റെ മേൽ അധികാരം പിടിക്കാൻ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മറ്റു രാജ്യത്തിൻ്റെ പേരിൽ ആധിപത്യം ചുമത്താൻ എന്ത് അവകാശമാണുള്ളത്? ചോദിക്കട്ടെ, ഇസ്രായേലിൽ ആരെങ്കിലും കയറിയായിട്ട് അവരുടെ അധികാരം പിടിച്ചു പറ്റാൻ പറ്റുമോ? അതേപോലെ ഇസ്രായേലിന് തിരിച്ചു ഇങ്ങോട്ട് അങ്ങനെ തന്നെയാണ്. അല്ല, ഇത് വൺ വേ ആണോ? അമേരിക്കക്കും ഇസ്രായേലിനും കയറി അടിക്കാനുള്ള രാജ്യമാണോ പലസ്തീനും അതുപോലെ തന്നെ ഇറാനും ഇസ്ലാമിക രാജ്യങ്ങൾ? അപ്പോൾ ഇത് എല്ലാവരും ഉൾക്കൊള്ളുന്ന, ലോകത്ത് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇന്ന് അമേരിക്ക ഇസ്രായേലും ചെയ്യുന്നത് തണ്ടിത്തരമാണ്, അത് തമ്മാടിത്തമാണ്, അത് ക്രൂരതയാണ്.
അതുകൊണ്ട് തന്നെ അത്തരം ചിത്രശക്തികളോട് നമുക്കൊരിക്കലും കോംപ്രമൈസ് ഇല്ല. അവർക്ക് റാം മൂളാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇന്ന് ലോകത്ത് എത്ര അറബ് രാഷ്ട്രങ്ങളുണ്ട്. ആ അറബ് രാഷ്ട്രങ്ങളുടെ അവസ്ഥ എന്താ? അമേരിക്കയുടെ റാമൂളികളും അവരുടെ വെപ്പാട്ടികളായി വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളെ. അവരുടെ തോഹിമാരും തോയന്മാരും അടിമകളും. അവരെന്താ പറയുന്നത്? അവർക്കിവിടെ ബേസ് ഉണ്ടാക്കി കൊടുത്തു. ഈ പറയുന്ന ഇസ്ലാമിക രാജ്യത്ത്, അറബ് രാജ്യത്ത് അമേരിക്ക കൊണ്ടുപിടിച്ച് ലോകത്തെ ഏറ്റവും വലിയ തന്ത്രശാലികളായ ബ്രിട്ടൻ, ആ ബ്രിട്ടൻ ആണ് ആദ്യം ഇതൊക്കെ ചെയ്തത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാക്കി പലസ്തീനിൽ അവരെ കുടിയിരുത്തി എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. അവരിപ്പോൾ ഗ്യാലറിയിൽ നിന്ന് കളി കാണുകയാണ്. അവരൊക്കെ ഇസ്ലാം തകരട്ടെ, മുസ്ലിമീങ്ങൾ നശിക്കട്ടെ എന്ന ചിന്താഗതിക്കാരാണ്, പാശ്ചാത്യരാണ്. അമേരിക്ക ചെയ്യുന്ന നെറുകേടിനെ എതിരെ ആര് ശബ്ദിക്കുന്നുണ്ടെന്ന്? യഥാർത്ഥത്തിൽ ലോക പോലീസ് ചമയുന്ന യാങ്കിയമ്മാവനായി ഡൊണാൾഡ് ട്രംപ് തലക്ക് തീരെ വെളിവില്ലാത്തൊരു മനുഷ്യനായി മാറിയിരിക്കുക. ഇവിടെയാണ് ഏറ്റവും വലിയ പരീക്ഷണം. ഈ തലക്ക് വെളിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത, തനി ഭ്രാന്തനായ ഒരു മനുഷ്യനെ അമേരിക്കൻ ജനത ഉൾക്കൊള്ളുന്നില്ല. അവർ 90 ലക്ഷം ആളുകൾ സംഘടിച്ച് ഈ വാറിന് എതിർത്തു. നോ വാർ, അത് വേണ്ട, യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് ശബ്ദിച്ചിട്ട് അവരെ കൊച്ചാക്കുകയാണ്, അവരെ കളിയാക്കുകയാണ്. കാരണം സൈനിക ബലമുണ്ട്. അപ്പം അതുപയോഗപ്പെടുത്തി അവരെ എങ്ങനെയെങ്കിലും ചെപ്പടിക്ക് കീഴിൽ നിർത്തുകയാണ്. വലിയ പ്രതിസന്ധി അമേരിക്ക നേരിടുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ജൂതരാഷ്ട്രം, ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്ന നെറികേട്. ശരിക്ക് ഇറാൻ എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിൽ വ്യത്യസ്തമായ രാജ്യമാണ്. നമുക്കറിയാം, നേരത്തെ ഈ അമേരിക്ക ഈ അധിനിവേശം നടത്തിയത്, ഏറ്റവും കൂടുതൽ തമ്മാടിത്തം ലോകത്ത് കാണിച്ചത് ഈ അമേരിക്കയാണ്. നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബിട്ട് മനുഷ്യമക്കളെ കൊന്നൊടുക്കിയത് ആരാണ്? ആറ്റം ബോംബ് വർഷിച്ചിട്ട്, അണ്വായുധം പ്രയോഗിച്ചിട്ട്. അതേപോലെ എല്ലാ ആയുധങ്ങളും ശേഖരിക്കാൻ അമേരിക്കക്ക് പറ്റും, ഇസ്രായേലിന് പറ്റും. പക്ഷേ ഇറാൻ ആയുധം ഉണ്ടാക്കാൻ പറ്റില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ അങ്ങനത്തെ ഒരു സൈനിക സെറ്റപ്പ് ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ അവർ മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചതാണ്. അതെവിടുത്തെ നീതിയാണ്? ഇത് കാട്ടുനീതിയല്ലാതെ എവിടുത്തെ നീതിയാണ്? ആ നീതി ഇല്ലാത്ത, അനീതി പ്രവർത്തിക്കുന്ന ആളുകളോട് നമ്മളങ്ങനെ സമരസപ്പെടും. എന്നാൽ നീതിയോടെ പ്രവർത്തിക്കുന്ന ഇറാൻ എന്ന രാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. അവിടെ ഇറാനിലെ ആളുകൾ എന്ത് വിശ്വാസമാണ്, അതൊന്നല്ല ഇവിടെ ചർച്ച. നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ്. എക്കാലത്ത് നമ്മൾ നീതിയുടെ പക്ഷത്ത് നിൽക്കണം. ഇറാൻ എന്ന് പറയുന്ന ആളുകളെക്കുറിച്ച്, ഇറാനിനെക്കുറിച്ച്, ഇറാനിലെ ജനതയെക്കുറിച്ച് വലിയ ആരോപണവുമായിട്ടാണ് ഈ അടുത്ത് ഒരു സലഫി മൗലവി വന്നത്. അയാളെ ജനങ്ങൾ ട്രോളുകയാണ്, പരിഹസിക്കുകയാണ്, സ്വയം പരിഹാസ്യനാവുകയാണ്. അയാളുടെ പേരാണ് ഹുസൈൻ സലഫി, ഷാർജ സലഫി. പല രീതിയിലേക്കും അയാളെ ഇപ്പോൾ ആളുകൾ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനെതിരെയാണ് അയാളെന്ന് മാത്രമല്ല, അയാളെ പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനം തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അവർ സുന്നത്ത് ജമാഅത്തിനെതിരാണ്. എന്നാൽ അവരോ, ഞങ്ങളാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളാണെന്ന് നായികക്ക് 40 വട്ടം അവർ പെരുമ്പറ അടിക്കും. എന്താ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്? ഇന്ന് ഇറാനെതിരെ അയാൾ പ്രസംഗിച്ച ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ താഴെ വന്ന കമൻറ്റിൽ, കാക്ക നിനക്ക് ലോകം തിരിഞ്ഞിട്ടില്ലേ? അന്ന മുട്ടിപ്പോവില്ലേ? ഷാർജയിൽ പോയി അവിടെ ജീവിക്കുന്ന ആളാണ്, UAE-യിൽ. അപ്പോൾ അന്ന മുട്ടിപ്പോകും. കാരണം ഇതൊക്കെ ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ, ഈ പറയുന്ന അമേരിക്ക, ഇസ്രായേൽ പോലത്തെ സയനിസ്റ്റ് ജൂതന്മാരുടെ തോയിമാരും വെപ്പാട്ടിമാരും അടിമകളുമാണ്. അതുകൊണ്ട് തന്നെ അവരെ തൃപ്തിപ്പെടുത്തുക, എന്നിട്ട് കീശ വീർപ്പിക്കുക. ഇതാണ് ഷാർജ സലഫി അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരുപാട് സലഫിമാരുണ്ട്. ആര് തന്നെയാലും സലഫിമാരെന്നുള്ളതല്ല, ഇറാനെതിരെ നിൽക്കേണ്ട ഒരു സാഹചര്യം എന്താണ് ഇവിടെ ഉള്ളത്? നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ബുദ്ധിജീവികളുണ്ട്. അവർ പറയുന്നത് ഇറാൻ്റെ പക്കൽ നീതിയുണ്ട് എന്നുള്ളതാണ്. അമേരിക്കക്ക് അണുവായുധമുണ്ടാക്കാം,
അമേരിക്കക്ക് ആയുധം ശേഖരിക്കാം, അമേരിക്കക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ ഇറാന് പാടില്ല. ഇങ്ങനൊരു നീതിയുണ്ട്. യഥാർത്ഥത്തിൽ UN-ൻ്റെയും ലോകത്തെ മനുഷ്യാവകാശ സംഘടനകളുടെയും ഒക്കെ വിലക്കുകൾ കാറ്റിൽ പരത്തിക്കൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു മനുഷ്യക്കുരുതി ഫലസ്തീനിൽ ഗസയിൽ നടത്തി. അത് തീർന്നിട്ടില്ല. ഇന്നിപ്പോൾ ഈ ഷാർജ സലഫി എന്ത് വിഡ്ഢിത്തമാണ് അയാൾ വിളിച്ച് പറഞ്ഞത്. അയാൾ എന്ത് വിഡ്ഢിത്തമാണ് പറഞ്ഞ അയാൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അയാളെ അലാസ്റ്റിക് വയത്, പണ്ട് ഈ വഹാബികൾ തന്നെ നീട്ടി വയത് പറയുന്നതിനെ കളിയാക്കും. അലാസ്റ്റിക് വയത് എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ പിന്നെ ഒരു ചെറിയ വിഷയം നീട്ടി പരത്തി വലിച്ച് നീട്ടിയിട്ട് അലാസ്റ്റിക് പ്രസംഗം നടത്തുന്ന ആളാണ് ആര്? ഈ ഷാർജ സലഫി, ഹുസൈൻ സലഫി. ആ ഹുസൈൻ സലഫിയുടെ പ്രസംഗം അയാൾ അതിൽ പറയണത് എന്താ? ഷിയാക്കളാണ്, ഇറാന് നമ്മൾക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അമേരിക്കയെ പോലെ ഇസ്രായേലിനെ പോലെ തമ്മാടി രാഷ്ട്രമാണ് ഇറാൻ. നോക്കൂ ആ വാക്കിൻ്റെ ഗൗരവം. ഇറാൻ തമ്മാടി രാഷ്ട്രമാണത്രേ. അയാളെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. ഇറാൻ തമ്മാടി രാഷ്ട്രം. എങ്ങനെ ഇറാൻ തമ്മാടി രാഷ്ട്രമാകുക? എവിടുന്നാണ് ഇയാൾ വന്നത്? ഇയാളെന്ത് ഊളയാണ്? ഇന്ന് വളരെ സയൻറ്റിഫിക്കലായിട്ട് എല്ലാ സംഗതി വികസിപ്പിച്ചെടുത്ത ഇറാനിലെ ആളുകളൊക്കെ അഭ്യസ്ത വിദ്യരാണ്. സാമ്പത്തികമായിട്ട് അവർ ഉയർച്ച നേടിയിട്ടുണ്ട്, ബൗദ്ധികമായി ഉയർച്ച നേടിയിട്ടുണ്ട്, ടെക്നോളജിയിൽ ഉയർച്ച നേടിയിട്ടുണ്ട്. ലോകത്ത് മറ്റ് അറബ് രാജ്യങ്ങളെക്കാൾ എല്ലാ നിലക്കും. മാത്രമല്ല ഈമാനികമായി അവർ ഉയർന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ വിശ്വാസമാണ് പിന്നെ രണ്ടാമത് ഇയാൾ പിടിക്കുന്നത്. അമേരിക്കയെയും ഇസ്രായേലിനെയും എങ്ങനെ ഒരു സംഘി ഇങ്ങനെ പറയില്ല. ഒരു സംഘി, ഒരു RSSകാരൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരോധിയായി നമ്മളെ നാട്ടിൽ ഈ ഇറാനി ഇസ്രായേലിൻ്റെ അമേരിക്കൻ്റെ കൂടെ നിൽക്കുന്ന ഈ സംഘി പോലും ഇങ്ങനെ പറയൂല. അതിനേക്കാൾ മോശമായിട്ടാണ് ഈ അലാസ്റ്റിക് മൗലവിയുടെ പ്രസംഗം. ആളുകൾ ട്രോളാണ്. കാക്ക നിങ്ങൾക്ക് വിവരമില്ലേ? ഇപ്പം നിങ്ങൾ ഷിയാക്കളുടെ മതവും അവരുടെ ജാതിയും അവരുടെ രൂപവും അവരുടെ സൈസും പറയേണ്ട സമയമാണോ? യഥാർത്ഥത്തിൽ നമുക്ക് ഇറാനിലെ ഷീ വിഭാഗവുമായിട്ട്, അല്ലെ ഷീ വിശ്വാസവുമായി സുന്നികളായ നമുക്ക് യോജിപ്പില്ല. നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വക്താക്കളാണ്. എന്നാൽ ഈ ഷിയാക്കളെ ആക്ഷേപിക്കാൻ ഇവരാരാണ്? ഇയാൾ UAE-യിൽ പിന്നെ ജോലി ചെയ്യുന്നു. അയാൾക്ക് അവരെ തൃപ്തിപ്പെടുത്തണം. ആരെ? UAE, അതുപോലെ ഖത്തർ, പിന്നെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അറബ് രാജ്യങ്ങളുണ്ടല്ലോ. ഇവർക്കൊക്കെ ആരെ തൃപ്തിപ്പെടുത്തണം? ഈ പറയുന്ന പാശ്ചാത്യ ശക്തികളെ. കാരണം അവരുടെ നാട്ടിൽ ഇവർക്ക് ബേസ് ഉണ്ട്, ഈ പാശ്ചാത്യർക്ക് ബേസ് ഉണ്ട്. അവിടെ എല്ലാം സൈനിക താവളം ഒരുക്കി കൊടുത്തു. ഇറാൻ പറയുന്നത്, അറബ് രാജ്യമേ നിങ്ങൾ തിരിച്ചറിയണം, ഇത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ, ഖുർആൻ പറഞ്ഞ വാക്യം നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ചെയ്യുന്ന നെറികേടാണ്. നിങ്ങൾ മനുഷ്യനെ കൂട്ടക്കുരുതി നടത്തുന്ന പലസ്തീനികൾക്ക് നേരെ ബങ്കർ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്ന, അവരെ കൊന്നൊടുക്കുന്ന ഈ പറയുന്ന ശക്തികൾക്ക് നിങ്ങൾ പിന്നെ കൂട്ടുനിൽക്കുക എന്ന് പറയുന്ന ഖുർആനിക തത്വങ്ങൾക്കെതിരല്ലേ? ആ ഖുർആനിക തത്വങ്ങൾക്കെതിരല്ലേ ഈ സലഫി മൗലവി നിന്നത്? ഈ ഹുസൈൻ സലഫി എന്ത് വിവരക്കേടാ പറഞ്ഞത്? ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അമേരിക്കയെ പോലെ ഇസ്രായേലിനെ പോലെ തമ്മാടി രാഷ്ട്രം. നോക്കൂ, നിങ്ങളാളെ പ്രസംഗം നിങ്ങൾ കേൾക്കാം. ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോ ചില ആളുകളൊക്കെ ഏതാ ഇറാൻ സിന്ദാബാദ് എന്ന് പറയുന്നു. ഇറാനിന്റെ നേതാക്കന്മാരെ ഷഹീദുകളായി വാഴ്ത്തുന്നു. നിങ്ങൾക്കറിയാമോ ആരാണ് ഇറാൻ എന്ന്, ആരാണ് അപ്പുറത്തുള്ള ഇസ്രായേൽ എന്ന്? രണ്ടും തമ്മാടിക്കൂട്ടങ്ങളാണ്. ഇസ്രായേലും കടുത്ത പാപികളാണ്, അവര് കടുത്ത ഭോഷന്മാരാണ്, അവര് കടുത്ത ആക്രമികളാണ്. ജൂത സയനിസം
മുസ്തഫയോട് ഏത് കാലത്തും വിരോധം വെച്ചവരായിരുന്നു അവര്. റസൂലുള്ളാഹിനെ കൊല്ലാൻ വിചാരിച്ചവരാണ്. ഇസ്ലാമിനോട് ഏറ്റവും വെറുപ്പുള്ള കക്ഷികളാണ്. ഇന്നും അവരങ്ങനെ തന്നെയാണ്. അവരാണ് ഒരു ഭാഗത്ത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ലല്ലോ. എന്നാൽ ഇപ്പുറത്തുള്ള ഇറാൻ എന്ന് പറയുന്നവരോ, അവര് നല്ല പിള്ളകളാണോ? അവർക്ക് ഇസ്ലാം ശരിയാകണമെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ശപിക്കണം, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയണം, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ തെറി വിളിക്കണം, വ്യഭിചാരിണിയാണെന്ന് പറയണം. എന്താണ് തമ്മാടി രാഷ്ട്രം എന്ന് പറയാൻ കാരണം? ഷീ വിശ്വാസമാണോ? അവർ കുറേ ആളുകളെ കൊന്നു. എന്താണ് ഇതിൻ്റെ കണക്ക്? കൊന്നതിൻ്റെ കണക്കുകൾ പറയും. അമേരിക്ക കൊന്ന കണക്കിൻ്റെ ആ പട്ടിക നിരത്ത്. എന്ത് വിവരക്കേടമാണ് ഷാർജ സലഫി താങ്കൾ പറഞ്ഞത്? അമേരിക്ക കൊന്ന കണക്ക്, അതിന് കയ്യും കണക്കുണ്ടോ? ഓരോ രാജ്യത്തിൻ്റെ നേരെ, തങ്ങൾക്ക് കീഴിൽ നിൽക്കാത്ത രാജ്യത്തിന് നേരെ ഇടിച്ചു കയറുക, അധിനിവേശം നടത്തുക, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത്? ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ അവർ നാമാവശേഷമാക്കി. സദ്ദാം എന്ന് പറയുന്ന ചുണക്കുട്ടിയെ പിടിച്ചു കെട്ടി കൊന്നു അവർ. ലിബിയൻ ഗദ്ദാഫി, ആ മനുഷ്യനെയും അവർ നിഷ്കരുണം കൊന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓടേണ്ടി വന്നത് അഫ്ഗാനികളോടാണ്. അഫ്ഗാനികളോട് കളിച്ചാൽ അത് അടിപതറുമെന്ന് അവർ മനസ്സിലാക്കി. അത് ഓടേണ്ടി വന്നു. എല്ലാം ആയുധം പത്തി മടക്കി ഓടേണ്ടി വന്നു. ഇന്ന് ഇറാനോട് അതിനേക്കാൾ വലിയ സംഭവം നടക്കുന്നത്. ഇവിടെയാണ് ഈ 1054 വരുന്ന അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നീതിക്ക് പക്ഷം നിൽക്കേണ്ടതിന് പകരം സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, UAE ഈ രാഷ്ട്രങ്ങളൊക്കെ ഇറാനൊപ്പം അവരാദർശം നോക്കിയിട്ടല്ല നിൽക്കേണ്ടത്, നീതിയോടൊപ്പം നിൽക്കണം. കാരണം നീതി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അന്നം തരുന്നതിൽ, നമുക്ക് ഉൽപ്പന്നങ്ങൾ തരുന്നതിൽ, പെട്രോള് തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ. ഇറാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരൊറ്റ വിലക്ക് കുടിച്ചു തീർത്ത് അവസാനിപ്പിക്കാൻ പറ്റുന്ന രാജ്യമല്ല. അവർ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളും അവരുടെ സൈനിക ബലവും അത് മറ്റു അറബ് രാജ്യങ്ങളെക്കാൾ മികവുറ്റതാണ്. ഇന്നിപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട്, ഈ പറയുന്ന അമേരിക്കനെയും അതുപോലെ ഇസ്രായേലിനെയും ഒപ്പം നിൽക്കുന്ന ഈ അറബ് രാജ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താൽ എന്താണ് വരാൻ പോകുന്നത്? ഇറാൻ തീർന്നു കഴിഞ്ഞാൽ, ബുദ്ധിജീവികൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്, ഇറാനെ തീർക്കും. അതിന് തീർക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടാവണമെന്ന് പറയുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ അറബ് രാജ്യങ്ങൾ തന്നെ. നമുക്ക് തന്നെ ശത്രുവാണ്, മുറത്തിൽ കയറി കൊത്തുകയാണ് നമ്മൾ. ഇറാൻ തീർന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് സഹോദരങ്ങളെ? ഇറാൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കണ്ണ് ഈ അറബ് രാജ്യങ്ങളിലേക്ക്. കാരണം ഇറാനെ അവരുടെ ചൊപ്പടിക്ക് കീഴിൽ കിട്ടണില്ല. അപ്പോൾ അതിനെ ഏതെങ്കിലും നിലക്ക് തകർക്കുക, അതിന് അറബ് രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തുക, അറബ് രാജ്യങ്ങളുടെ അവിടുത്തെ സൈനിക താവളം, ബേസ് ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് അടിക്കുക, എന്നിട്ട് ഇറാനെ തകർക്കുക. ഇറാൻ തകർന്നു കഴിഞ്ഞാൽ ആരാണ് തകരുന്നത്? മിഡിൽ ഈസ്റ്റ് തകരും. മിഡിൽ ഈസ്റ്റ് തകർന്നാൽ അത് കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം. നമ്മളെ മക്കളൊക്കെ ജോലി ചെയ്യുന്നത് ഈ മിഡിൽ ഈസ്റ്റ് അല്ല. ഇന്നിപ്പോൾ നമ്മൾ അറിയാം, ഈ യുദ്ധം ആരംഭിച്ചതോടുകൂടി തന്നെ ലോകത്തെ ആകമാനമുള്ള സാമ്പത്തിക ക്രൈസിസ്, വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പോവുകയാണ്. ഈ പറയുന്ന ഛിദ്രശക്തികൾക്ക് ഓശാന പാടുന്ന, റാം മൂളുന്ന സംസാരവുമായിട്ട് മുജാഹിദ് പ്രസ്ഥാനം വരുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിരിപ്പ് എന്താണ്? ഇറാൻ തകരണം. ഇറാൻ തകരാൻ പാടുണ്ടോ? അത് ചിന്തിക്കാനുള്ള കൽപ്പവൽക്കില്ല. ഇറാൻ തകർന്നു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ നമുക്കറിയാം, ഇറാഖിൽ നമ്മളത് അനുഭവിച്ചതാണ്, ലിബിയയിൽ അനുഭവിച്ചതാണ്, അഫ്ഗാനിൽ അവർ ശ്രമിച്ചു നോക്കി, പക്ഷേ ഓടിച്ചു കളഞ്ഞു, ആൺകുട്ടികളുണ്ടായി. ഇറാനെ തകർക്കാൻ കാരണം എന്താ? ഇറാൻ ലോകത്ത് ഇന്ന് ആയുധശേഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ്. എല്ലാ നിലക്കും ആരെ മുമ്പിൽ തലകുനിക്കില്ല. അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമേനി അല്ലേ, അയാളെ ഒരു വധിച്ചു. എത്രമാത്രം തമ്മാടിത്തമാണ് ഈ ട്രംപും ഈ നെതന്യാഹുവും ചെയ്തത്. ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ്, അതൊന്നും ചില്ലറ കളിയല്ല. അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ, ഇപ്പോൾ വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യൻ സഭയെ സംബന്ധിച്ചിടത്തോളം, ജോൺ പോൾ മാർപ്പാപ്പ
അവരുടെ ആത്മീയ ആചാര്യനാണ്, അവർ പ്രവാചകന് തുല്യം കാണുന്ന ആളാണ്. എന്നതുപോലെ ഈ ഇറാൻ സമൂഹത്തിൻ്റെ ഷീ വിശ്വാസക്കാരുടെ അവർ ആത്മീയ നേതാവാണ്, അവരുടെ വാപ്പയാണ്, അവരുടെ ആത്മീയ പിതാവാണ് ആയത്തുള്ള ഖംനഈ. അദ്ദേഹത്തെ കൊന്നു ഇവർ. എന്തവകാശമാണ് അങ്ങനെ ആ രാജ്യത്തേക്ക് കടന്നു കയറിയിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ, ഇങ്ങനെ ഒരു വിധി നടപ്പിലാക്കാൻ എന്തവകാശമാണ് അമേരിക്കക്കുള്ളത്? ചിന്തിക്കേണ്ടതില്ലേ? എന്നിട്ട് ഈ തലതിരിഞ്ഞ സലഫി, ഇറാൻ തമ്മാടി രാജ്യമാണ്, നമ്മൾ ഇസ്രായേലിനെയും അമേരിക്കയെയും കാണുന്നത് പോലെ ഇറാനെയും കാണണം. കാരണം ഓല ഐഡിയോളജി, ഓല വിശ്വാസം അത് ഷീ വിശ്വാസമാണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിനെതിരാണ്. എന്ത് തേങ്ങാ ഉണ്ണാക്കാണ് സലഫി നിങ്ങളെ കൂടെയുള്ളത്? എന്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ് നിങ്ങൾ പറയുന്നത്? ലോക മുസ്ലിമുകളെ കാഫിറാക്കുന്ന പരിപാടി എന്നല്ലാതെ, ലോകത്ത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക എന്നല്ലാതെ എന്ത് തേങ്ങാ ഉണ്ണാക്കാണ് മൗലവി നിങ്ങളെ കൂടെയുള്ളത്? എന്ത് ആദർശമാണ് നിങ്ങളെ കൂടെയുള്ളത്? നിങ്ങൾ പറയുന്നത് ആരെങ്കിലും വിലക്കെടുക്കുമോ? നിങ്ങളെ കൂടെ തെളിവിൻ്റെ പിൻബലമുണ്ടോ? എന്ത് വിഡ്ഢിത്തമാണ് മൗലവി താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇറാനെതിരെ നിൽക്കാൻ താങ്കൾ ആരാണ് പ്രേരിപ്പിച്ചത്? എന്താണ് ഇറാൻ ചെയ്ത കുറ്റം? ഒരുപാട് ആളുകളെ കൊന്നു എന്ന് താങ്കൾ പറയുന്നു. ആരെയാ കൊന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ പലരും കൊന്നു. അമേരിക്ക ആളുകളെ കൊന്നിട്ടില്ലേ? ഇസ്രായേൽ കൊന്നിട്ടില്ലേ? വേണ്ട, സൗദി അറേബ്യയിൽ നടന്നിട്ടില്ലേ? എല്ലാ രാജ്യങ്ങളിലും അക്രമങ്ങളും അരാജകത്വവും നടന്നിട്ടില്ലേ? ഇറാനിലെ ഭരണകൂടത്തിനെതിരെ ഇത് വലിച്ചിടാൻ എന്താണ് കാരണം? താങ്കളുടെ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവ കേന്ദ്രം എവിടെയാണ്? സൗദി അറേബ്യ അല്ലേ? റിയാദിലെ നജ്ദിൽ ജനിച്ച ഇബ്ൻ അബ്ദുൽ വഹാബ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹം സംഹാര താണ്ഡവമാടിയിലെ മക്കയിലും മദീനയിലും പരിശുദ്ധരായ സഹാബത്തിൻ്റെ സഹാബിയാത്തുകളുടെ മക്ബറകൾ ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കിയില്ലേ? എന്ത് വിഡ്ഢിത്തമാണ് മൗലവി താങ്കൾ പറയുന്നത്? എന്തിനേറെ സെയ്ദ് ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ 16ാമത്തെ പൗത്രൻ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ, അന്നത്തെ ആ ജനങ്ങൾ അത് വലിയ ബഹുമാനത്തോടു കൂടെ കണ്ടിരുന്ന മക്ബറയാണ്. കാനു യതബറഖൂന ബിഹ, അവരവിടെ പോയിട്ട് ബർക്കത്തെടുക്കാറുണ്ട്. അങ്ങനെയുള്ള ആ മക്ബറ ഇടിച്ച് പിക്കാസും കൈക്കോട്ടും കൊണ്ടൊന്ന് ഇടിച്ച് പൊളിച്ച് നിരപ്പാക്കിയ ആളല്ലേ അദ്ദേഹം? അങ്ങനെയുള്ളവർ അദ്ദേഹം ഒരുപാട് രക്തച്ചൊരിച്ചിൽ നടത്തിയിട്ടില്ലേ? ഹറമിൽ, കൂഫയിൽ, നജഫിൽ, കർബലയിൽ, അതുപോലെ തന്നെ ഈ തായിഫിൽ, മക്കയിലും മദീനയിലും, ഹറമിലെ കഅബാലയത്തിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് അമൂല്യമായ രത്നങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ കട്ടുകൊണ്ടുപോയില്ലേ? അത് ഓരിച്ചെടുത്തിട്ടില്ലേ? എന്തൊക്കെ സംഭവിച്ചു? ഇതൊക്കെ ചരിത്രം പറഞ്ഞ കാര്യമല്ലേ? നിങ്ങൾ തന്നെ എഴുതി പഠിപ്പിച്ചതല്ലേ? മുഅല്ല മക്ബറ തകർത്ത് കളഞ്ഞത്. സയ്യിദ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിൻ്റെ മുകളിൽ പച്ച കുബ്ബയുണ്ടായിരുന്നു, ഒരു കുബ്ബ, വലൈഹി കുബ്ബ, ആ കുബ്ബ പൊളിച്ചു കളഞ്ഞില്ലേ? ജന്നത്തുൽ ബഖീഅയിൽ നിരവധി ഖബറുകൾ തമർത്തിയതും തകർത്തതും കാണാവുന്നതാണല്ലോ. എന്തേ ആ പ്രവർത്തനം ചെയ്ത ഇബ്ൻ അബ്ദുൽ വഹാബ്? ഇത് നിങ്ങൾ സൗദി അറേബ്യയിൽ നടത്തിയ താണ്ഡവമല്ലേ? ഹറമിൽ നടത്തിയ താണ്ഡവമല്ലേ? എന്നിട്ട് ഇറാനികൾ ഹറമിൽ കുഴപ്പമുണ്ടാക്കി. അവരാകെ സൗദി പിടിച്ചെടുക്കാൻ വേണ്ടി ഈ ഭരണകൂടം, ഈ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ഭരണകൂടം പിടിച്ചെടുക്കാൻ വേണ്ടി അവരുടെ പയകിപ്പിളിച്ച പൊയുത്തു നാറുന്ന വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇറാനികൾ സൗദിയിൽ കുഴപ്പമുണ്ടാക്കി, അവിടെ കുഴപ്പമുണ്ടാക്കി എന്ന് പറയുന്നു ഇയാൾ. ഈ വിധത്തിലൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത ഇപ്പുറത്തുള്ള ആളുകളും രണ്ട് കൂട്ടരും നമുക്ക് പിന്താങ്ങാൻ പറ്റിയവരല്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ആ നിലക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നിരപരാധികളായ ആളുകളുള്ള രാജ്യത്തെ അവർ മിസൈൽ വെച്ച് തകർക്കാൻ നോക്കുകയാണ്, അവരവിടെ നശിപ്പിക്കാൻ നോക്കുകയാണ്. അവർ പല രാഷ്ട്രങ്ങളെയും പല വിധത്തിലും അവിടുത്തെ സമ്പൽഘടനയെ തകർക്കാൻ നോക്കുന്നു. ഇതവരുടെ പണ്ടേയുള്ള ലക്ഷ്യമാണ്. ഷിയാക്കളുടെ സ്വപ്നം തന്നെ സൗദി അറേബ്യമുള്ള മക്കയും മദീനയും അടക്കം പിടിച്ചെടുത്ത് അവിടെ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ഖബർ പുറത്തേക്ക് കളച്ചു മറിക്കണം എന്നുവരെ വിശ്വാസമുള്ള ആളുകളുണ്ട്. ദിക്റുകളിൽ മുഴുവനും അല്ലാഹുവേ അബൂബക്കറിനെ ശപിക്കണേ, ഉമറിനെ ശപിക്കണേ, ആയിഷാനെ ശപിക്കണേ, ഹഫ്സ
പക്ഷേ ശപിക്കണേ എന്ന് പറയുന്ന ഇറാനിലെ ഷിയാക്കളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാൻ, മുസ്ലിമേ ജൂത സയനിസത്തെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരിക്കലും പറ്റാത്തതുപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അല്ലാഹുവേ, ഇവിടെ ഒരു തെമ്മാടി മറ്റേ തെമ്മാടിയുമായി യുദ്ധം ചെയ്യുകയാണ്. അവർ പണ്ട് വലിയ സഖ്യകക്ഷികളാണ്, ഇപ്പൊ അവർ പരസ്പരം പോരടിക്കുകയാണ്. അതിനിടയിൽ നിന്ന് വിശ്വാസികളെ നീ രക്ഷപ്പെടുത്തണേ, സമാധാനം ഉണ്ടാക്കണേ, ശാന്തി പടർത്തണേ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ ഒരു വിശ്വാസിക്ക് എന്തിനാണ് സാധിക്കുക? ഇതെൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ അർത്ഥത്തിലൊക്കെ കാര്യങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കരുത്. എന്നാലോ വികാര ജീവികൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ പോയിട്ട് അവരൊക്കെ ഷഹീദുകളാ, അവരെയൊക്കെ എതിർക്കുന്നവരൊക്കെ. പരിശുദ്ധമായ ഹറമും മക്കയും മദീനയും പിടിച്ചെടുക്കാൻ വേണ്ടി അവർ പല തമ്മാടിത്തരങ്ങളും ചെയ്തു എന്ന്. എന്നാൽ ഇവിടെ തമ്മാടിത്തരങ്ങൾ കാട്ടിക്കൂട്ടിയത് ആരാണ്? നിങ്ങൾക്കറിയില്ലേ? ഇത് ഇന്ന് ലോകത്ത് തന്നെ തകർക്കപ്പെടാൻ സാധിക്കാത്ത ഒരു മക്ബറ, അത് മദീനയിലെ കുബ്ബത്തുൻ ഖദറ, പച്ചക്കുബ്ബയാണ്. ആ പച്ചക്കുബ്ബ തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതും നിങ്ങളുടെ നേതാവ് സലഫി, നിങ്ങളൊപ്പം നടന്ന നേതാവ്, അയാൾ പറഞ്ഞില്ലേ? ഈ വർത്തമാനമൊന്നും ആര് പറഞ്ഞിട്ടില്ലല്ലോ? ഇറാനികൾ പറഞ്ഞോ? ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മദീനയിലെ പച്ചക്കുബ്ബ അടിച്ചു പൊളിക്കുന്നു. എന്നിട്ടല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അധിക്ഷേപിച്ചവരാണ് ഷിയാക്കൾ എന്ന് താങ്കൾ പറയുന്നത്. ഞാനൊരിക്കലും ഈ വിഷയത്തിൽ ഷിയാക്കളെ വെള്ളപൂശുകയല്ല. നമ്മളുമായി വ്യത്യസ്തമായ വീക്ഷണമുള്ള കാഴ്ചപ്പാടുള്ള ഈ വിഭാഗമാണ് ഷിയാക്കൾ. പക്ഷെ അവർ കാഫിറുകളാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആ ഷിയാക്കളുമായി ലിങ്കാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളെടുത്തുണ്ട്. നിങ്ങൾ ഷിയാക്കളേക്കാൾ പിയച്ച വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറങ്ങും കയറും. ധാരവിശ്വാസം. ഷിയാക്കളേക്കാൾ കടുത്ത പിയച്ചവാദികളായ മുജസ്സമിയാക്കളുടെയും മുഅ്തസിലിയാക്കളുടെ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളാണ് നിങ്ങൾ. അർ-റഹ്മാനു അലൽ അർശിസ്തവ എന്ന് പറഞ്ഞ ആയത്തിന് ഞാനിതാ മിമ്പറിൽ നിന്ന് കയറുന്നത് പോലെ, ഒരു പടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ സിംഹാസനത്തിൽ ഇങ്ങനെ ആ പടിയിലിരിക്കും, കയറും, ഇരിക്കും, കയറും, ഇരിക്കും. അർശിലിങ്ങനെ അള്ളാഹു പ്രച്ഛന്നവദനായിരിക്കുകയാണ് എന്ന് എഴുതിയ പ്രചരിപ്പിച്ച വിശ്വസിച്ച ആളല്ലേ ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയയുടെ ആശയമല്ലേ നിങ്ങൾക്കുള്ളത്? ഇനിയും ഹുസൈൻ സലഫി പറയാണ്, എന്താ പറയുന്നത്? ഷീ വിശ്വാസക്കാർ അബൂബക്കർ റളിയല്ലാഹുവിനെ തള്ളിക്കളഞ്ഞു, അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹുവിനെ തള്ളിക്കളഞ്ഞു. അവരൊക്കെ പേര് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പേരിലൊക്കെ ലാനത്ത് ചെയ്ത വിഭാഗമാണ് ഷിയാക്കൾ. അവരുണ്ടെങ്കിൽ ആ സ്ഥലം, അവരുടെ ഖബറുകളൊക്കെ മാന്തി പുറത്തെടുക്കും. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖബർ, അബൂബക്കർ റളിയല്ലാഹു ഇവിടെ കിടക്കുന്നത് പച്ച കുബ്ബയുടെ തായ് പോലത്ത് കെട്ടിപ്പൊക്കിയ ഖബറിൻ്റെ അടുത്ത് അല്ലേ, റസൂലുള്ളാഹിൻ്റെ അടുത്ത്. ഉമർ റളിയല്ലാഹുവിൻ്റെ കിടക്കുന്നത് റസൂലുള്ളാഹിൻ്റെ അടുത്ത്. ആ ഹുജ്റത്തു ഷരീഫയിൽ കിടക്കുന്ന ആളുകളുടെ ഖബർ ഷരീഫ് ഷിയാക്കൾ തൊടും. പച്ചക്കള്ളം പറഞ്ഞു സലഫി. സലഫി പറയുന്ന നിങ്ങൾക്ക് കേൾക്കാം. വികാര ജീവികൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ പോയിട്ട് അവരൊക്കെ ഷഹീദുകളാ, അവരെയൊക്കെ എതിർക്കുന്നവരൊക്കെ മുനാഫിക്കുകളാണ്, ജൂതൻ്റെ ഏജന്റുകളാണ് എന്നൊക്കെ ഇനി എന്നെക്കുറിച്ചും പറഞ്ഞേക്കും. പക്ഷേ ഇവിടെ രണ്ട് കൂട്ടരും അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവരും ഞാൻ നേരത്തെ പറഞ്ഞതാണ് അവരുടെ അവസ്ഥ. ഒരു കൂട്ടർക്ക് മുസ്ലിം ലോകത്തോടൊന്നാകെ കുടിപ്പകയാണെങ്കിൽ മറ്റേ കൂട്ടർക്ക് അഹ്ലുസുന്നയുള്ള രാജ്യങ്ങളോടും അഹ്ലുസുന്നയുടെ ആളുകളോടും മുഴുവനും കടുത്ത പകയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുവാൻ. അതുകൊണ്ട് ഫിത്നയുടെ കാലത്ത് അള്ളാഹുവിനോട് അക്രമകാരികൾ എവിടെയാണെങ്കിലും റബ്ബേ നീ അവരെ കൈപിടിക്കണേ, നീ അവരെ തകർക്കണേ, നീ അവരെ നശിപ്പിക്കണേ, വിശ്വാസികളെ രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ് നമുക്കുണ്ടാകേണ്ടത്. ഷിയാക്കളെ എതിർക്കാൻ
ഇറാൻ്റെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ അനീതിക്കെതിരുള്ള പോരാട്ടം, ഒറ്റയാൾ പോരാട്ടം, ഇന്ന് ലോകത്തെ തന്നെ, ഇന്ന് ചിന്തിച്ച് നോക്കിയാൽ ആരെങ്കിലും ഈ സലഫിൻ്റെ വർത്താനം കേൾക്കൂ? ഇന്ന് ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന വിധത്തിൽ അമേരിക്ക പോലെയുള്ള ആരുടെ മുമ്പിലും തലകുനിക്കാത്ത ആളുകളെന്ന് പറയുന്ന അയൺ ഡോം, തങ്ങളുടെ നാട്ടിലേക്ക് വരുന്നൊരു മിസൈൽ, ഒരു ബോംബിങ്, അത് കൃത്യമായി ഞങ്ങളുടെ റഡാർ സംവിധാനത്തിലൂടെ, അയൺ ഡോമിലൂടെ ഞങ്ങളത് കണ്ടെത്തി അതിനെ തുരത്തും. ഒരിക്കലും ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഒരു മിസൈൽ പതിക്കില്ല, അമേരിക്കയിൽ പതിക്കില്ല എന്ന് വീമ്പിളക്കിയ ഈ ജൂത സാനിസ്റ്റ് രാജ്യം അവരെ വിറപ്പിച്ചില്ലേ? ആർക്കതിന് കഴിഞ്ഞത്? ഇവിടെ UAE കഴിഞ്ഞോ? ഷാർജ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഷാർജ സലഫി, നിങ്ങൾ ജോലി ചെയ്യുന്ന UAE കഴിഞ്ഞോ? ഈ അമേരിക്കക്ക് ദാസ്യ വില ചെയ്യുന്ന ആ രാജ്യത്തിന് കഴിഞ്ഞോ? ഒമാന് കഴിഞ്ഞോ? ഖത്തറിന് കഴിഞ്ഞോ? ബഹ്റൈന് കഴിഞ്ഞോ? ആർക്കതിന് കഴിഞ്ഞത്? ഒന്ന് പറയൂ. ഒരാൺകുട്ടിയായി, ചുണക്കുട്ടിയായി നിൽക്കുന്നത്. വിശ്വാസധാരകളൊക്കെ പോട്ടെ, അത് നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് യോജിക്കാത്ത ഒരുപാട് സംഗതികൾ അവർക്കുണ്ട്. അവരിൽ കടുത്ത വിഭാഗമുണ്ട്, നിങ്ങളിൽ കടുത്ത വിഭാഗമില്ലേ? ദമ്മാജികൾ, ആടൂരികൾ. ദമ്മാജികളാരാ? ശുദ്ധ ടെററിസ്റ്റുകളാണവർ. യമനിലേക്ക് ഒളിച്ചോടിപ്പോയ നിങ്ങളെ ദമ്മാജികളെക്കുറിച്ച് നിങ്ങൾക്കറിയോ? അവർ ISIS, ലോകത്തെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമാകുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ്, അവർ പ്രവാചക പള്ളി ആക്രമിക്കാൻ വേണ്ടി വന്നവരാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ തകർത്തവരാണ്. അവർ പ്രധാനമായി ഫോക്കസ് ചെയ്തത് മക്ബറയാണ്, പ്രവാചകന്മാരുടെ മക്ബറയാണ്, ഉയർത്തപ്പെട്ട മക്ബറ. അതേ ഐഡിയോളജിയാണ് നിങ്ങളെ ഐഡിയോളജി, ISISൻ്റെ ഐഡിയോളജി. അങ്ങനെയുള്ള നിങ്ങൾക്കുമില്ലേ PH വിശ്വാസങ്ങൾ, വാദങ്ങൾ? എന്നിട്ട് ഷിയാക്കളെ, സുന്നികളെ പേരിലും അത് അവർ ആരോപിക്കാറുണ്ട്. സുന്നികൾ ഷിയാ വിശ്വാസക്കാർ. ഷിയാ വിശ്വാസം കടമെടുത്ത കേരളത്തിൽ നടക്കുന്ന സുന്നികളുടെ പല കാര്യങ്ങളും ഷിയാക്കളുമായി ബന്ധപ്പെട്ടതാണ്. എന്തേ ഹുസൈൻ സലഫി തങ്ങൾ പറയാതിരുന്നത്? ഈ ഷിയാക്കളെ വിശ്വാസം നിങ്ങൾ പറഞ്ഞല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് എതിരാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് എതിരാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് എതിരാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള നിങ്ങൾ ഷിയാക്കളെതിരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മദീനയിലെ ആ പച്ചക്കുബ്ബയുടെ തായ്പോലത്ത് അന്തിയുറങ്ങുന്ന ഈ മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നവരാണ് ഷിയാക്കൾ അധികവും. അവർക്ക് മദീന എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രാധാന്യത്തോടു കൂടെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. നമ്മളാരും ഇന്നും ഇറാനിൽ, എന്നാൽ അങ്ങനെയുള്ളൊരു വിഭാഗം അവിടെ ഉണ്ടാകും, തീവ്ര വിഭാഗം നിങ്ങളിലൊക്കെ ഉള്ളതുപോലെ. എന്നാൽ യഥാർത്ഥത്തിൽ അവർ പാവങ്ങളാണ്, അവർ ശുദ്ധരാണ്, അവർ ആഷിഖുർ റസൂലാണ്, റസൂലിൻ്റെ ആഷിഖ്യങ്ങളാണ് അവർ. അവരുടെ ഈമാനിൻ്റെ പവർ കൊണ്ട് തന്നെയാണ് അവരെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ അവർ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ അനീതിക്കെതിരെ ശബ്ദിക്കുന്നുണ്ട്. അനീതിക്കെതിരെ ശബ്ദിക്കുന്ന ഒരു ആൺകുട്ടിയാണ് അവിടെയുള്ളത്. ഇന്നും അവർ അത്രമാത്രം എല്ലാ സംഗതി, അമേരിക്ക പല നിലക്കും വിവരമില്ലാത്ത പൊട്ടനായ ഭ്രാന്തനായ ഡൊണാൾഡ് ട്രംപ്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവിടുത്തെ ജനത മുഴുവൻ അയാൾക്കെതിരെ, ട്രംപിന്. ലോകത്തെ ബുദ്ധിജീവികളെതിരെ, ഇസ്ലാമിക രാജ്യങ്ങൾ അയാൾക്ക് ബേസ് കൊടുക്കുന്നു. അയാളുടെ ഈ 2 സയനിസ്റ്റ് ഭീകരന്മാർക്കും താവളമൊരുക്കി കൊടുക്കുന്നു. ഇതാര് പറഞ്ഞു? ഖുർആനിലോ ഹദീസിലോ ഇത്തരം അനീതിയോടൊപ്പം നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടോ? പറയൂ മൗലവി. പിന്നെ താങ്കൾ പറയും, താങ്കളുടെ പ്രസ്ഥാനം പറയും. കാരണം നിങ്ങൾക്ക് സുന്നികളോട് കടുത്ത വിദ്വേഷമുണ്ട്. ഷിയാക്കൾ മക്ബറ കെട്ടിപ്പൊക്കുന്നതിനെതിരല്ല. അവർ അവിടെ സിയാറത്ത് ചെയ്യും, അവർ തലമറക്കൽ സുന്നത്തായി കരുതും, അവർ നിസ്കാരശേഷ കൂട്ടുപ്രാർത്ഥന, അങ്ങനെ കുറേ കാര്യങ്ങൾ സുന്നികളുമായിട്ട് താദാത്മ്യമുണ്ടവർക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ഷിയാക്കളോട് കടുത്ത വെറുപ്പായിരിക്കും, ഇറാനോട് കടുത്ത വെറുപ്പായിരിക്കും. നിങ്ങൾക്ക് ഷിയാക്കളോട് വെറുപ്പുണ്ടെങ്കിലും ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ആർക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്? എന്നിട്ട് ഈ മൗലവി പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ കാർക്കിച്ച് തുപ്പിപ്പോകും. ആരാണ് അയാളുടെ വാക്കുകൾ അംഗീകരിക്കുക? പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നാൽ പരിശുദ്ധ മദീനയിൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖബർ മാന്തിക്കളയും, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഖബർ മാന്തിക്കളയും എന്ന് പറയുന്ന തീവ്ര ഷിയാക്കളുണ്ട് എന്ന് പ്രസംഗിച്ച സലഫി, അയാൾ പ്രസംഗിച്ച ഞങ്ങൾ കേൾക്കാം. ഓ സലഫി, താങ്കളോട് ചോദിക്കട്ടെ, മദീനയിലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ഷരീഫ്, അത് ഉൾക്കൊള്ളുന്ന അതിൻ്റെ മുകൾ പരപ്പിൽ ഉയർന്നു നിൽക്കുന്ന പച്ചക്കുബ്ബ ഖുബ്ബത്തുൻ ഖദറാ,
ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ, കേൾക്കണം, താങ്കളൊരു നേതാവ്, എളുപ്പം മർഗയ മരിച്ചു പോയിട്ടുണ്ട്. ആര്? സക്കരിയ സലാഹി, ഡോക്ടർ സക്കരിയ സലാഹി താങ്കളുടെ ഗ്രൂപ്പിലാണ്. പക്ഷെ അയാൾ താങ്കളുടെ ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടായിരുന്നു. താങ്കളെപ്പോലെ അത്ര പൊട്ടത്തരം കളിച്ചിട്ടില്ല, കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അയാൾ പ്രസംഗിച്ചത് എന്താണെന്നറിയോ? ലോകത്തൊരു സംഖ്യയും പറയൂല, ഒരാളും പറയില്ല. നിങ്ങൾ പറയും ഷിയാക്കൾ, അവർ പറഞ്ഞത് എവിടെയെങ്കിലും കാണിച്ചു തരും നിങ്ങൾ? ഇയാൾ എന്താ പ്രസംഗിച്ചത്? അതിന് നിങ്ങൾ ലൈക്ക് ചെയ്യുകയല്ലേ ചെയ്തത്, അംഗീകരിക്കല്ലേ ചെയ്തത്, അതിനെ എതിർത്തോ? കാരണം നിങ്ങളിപ്പോഴും പറയണതാ മക്ബറ പൊളിക്കണം, തകർക്കണം, മാന്തണം അല്ലേ? അല്ലേ നിങ്ങൾ പറയണത്? സലഫി പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ. എന്നാൽ ഈ ഡോക്ടർ സക്കരിയ പറഞ്ഞത് എന്താണ്? കേരള നദുവത്തുൽ മുജാഹിദീന് മദീനയുടെ അധികാരം കിട്ടിയാൽ, സൗദി ഭരണകൂടത്തിൽ കേരള നദുവത്തുൽ മുജാഹിദീന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മദീനയിലെ പ്രവാചകൻ്റെ ഖബറിൻ്റെ മുകളിൽ നാട്ടിയ പച്ച കുബ്ബ ഞങ്ങൾ അടിച്ചു പൊളിക്കും, അടിച്ചു തകർക്കും. പറഞ്ഞതാരാ? നിങ്ങളുടെ നേതാവ്. ആർക്കെങ്കിലും പറയാൻ സാധിക്കും? ഷിയാക്കളല്ല പറഞ്ഞത്, ഇറാനികളല്ല പറഞ്ഞത്. എന്നിട്ട് രക്തച്ചൊരിച്ചിലുണ്ടാക്കിയവർ, കുഴപ്പമുണ്ടാക്കിയവർ, തമ്മാടി രാഷ്ട്രമെന്ന്. ഓ മൗലവി, ഉളുപ്പുണ്ടോ താങ്കൾ?